ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡില് വേദ നന്ദിനിയോട് പറയും, കാട്ടിൽ വെച്ച് ഞങ്ങൾ വല്ലാണ്ടങ്ങ് അടുത്തുപോയി. ഏത് കാട്ടില്? ഷോളയാർക്കാട്. ഷോളയാർക്കാടോ? അപ്പൊ വേദ പറയും, കേട്ടിട്ടില്ലേ ഷോളയാർക്കാട് എന്ന് പറഞ്ഞ് കുയില് പോകുന്ന പോലെയൊക്കെ കൂവും ആ കാട്ടിൽ, ആ അത്ഭുത വനത്തിൽ. അതിലൊരു ആൺകിളി പെൺകിളി എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടുകയാണേ നന്ദിനിയെ പിടിച്ചോണ്ട്. നന്ദിനിക്കും എന്തത് വട്ടായോ? ഓർക്കുമ്പോ തന്നെ കുളിര് കോരിയാണ് നന്ദിനി എടുത്തി. നന്ദിനിക്കും കുളിരോ? വേദ പറയും, ആദ്യത്തെ രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗുഹയിലായിരുന്നു. നന്ദിനി ചിരിച്ചിട്ടേക്കും, ഗുഹയോ? നിങ്ങൾ എന്താ പെരിച്ചാതികളോ ഗുഹയിൽ കഴിയാൻ? വേദ പറയും, പെരിച്ചായി താമസിക്കുന്ന സ്ഥലം മാളമല്ലേ? നന്ദിനി അടുത്തിന്റെ ബെഡ്റൂം പോരെ ഒരു കുളുസ് സ്ഥലം. ഇതതുപോലെയല്ല ഗുഹ. സിംഹവും സിംഹിയും മെഴുകുതിരി വെട്ടം പോലുള്ള നിലാ വെളിച്ചത്തിൽ ഒറ്റയ്ക്കായി പോയ പ്രണയരാത്രി എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ച് ഒരു മെഴുതിരിയുടെ എന്ന് പറഞ്ഞ് പാട്ടും പാടി ഡാൻസ് കളിക്കാൻ തുടങ്ങുമ്പോ, ഡാൻസ് കളിക്കുന്നതിനിടയില് നന്ദിനി അവിടുന്ന് എസ്കേപ്പ് ആയി പോകുന്നുണ്ടെങ്കിലും പിടിച്ചു വലിച്ച് കവിളും മേത്തൊക്കെ തൊട്ട് ഡാൻസ് കളിക്കുമ്പോ നന്ദിനിക്ക് പിടിക്കുന്നില്ല. അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ ആകെ പേടിച്ച് നിൽക്കുക. വേദൊരു കറക്കം കറക്കി ഒരൊറ്റ ഉന്ത് വെച്ചു കൊടുക്കും. അതറിഞ്ഞോണ്ടാട്ടോ അവിടെ പോയി കൈയിടിക്കുന്നുണ്ട്. പിറ്റേന്ന് ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ വാരിക്കുഴിയിലായിരുന്നു. നന്ദിനിക്കും എന്തോന്ന് വാരിക്കുഴിയോ? ഒരു കൊമ്പനും പിടിയും പോലെ എന്ന് പറഞ്ഞ വേറൊരു പാട്ടുപാടി നന്ദിനിയുടെ കവിളിൽ പിടിക്കുമ്പോ നന്ദിനിക്ക് വേദനിക്കും. അതിനുശേഷം വേറെയും പാട്ടുപാടി നന്ദിനിയുടെ ദേഹത്തേക്ക് അങ്ങ് ചേർത്ത് പിടിച്ച് സംസാരിക്കുമ്പോ നന്ദിനിക്ക് അങ്ങ് അഗാധമായ അസൂയ വരിക. ഒന്ന് പോയെ, മനുഷ്യനെ ഭ്രാന്ത് പിടിക്കാതെ പോയി ദോഷം എന്നാ നോക്കടി എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് നന്ദിനി എടുന്ന് പോകുമ്പോ വേദ പൊട്ടിച്ചിരിക്കും. ഈ സമയത്ത് വിനയം പുറത്തുപോയി അകത്തേക്ക് വരുമ്പോഴായിരിക്കും നന്ദിനി കലിപ്പ് കയറി പുറത്തേക്ക് വരുന്നത്. നീ എങ്ങോട്ടാടി കലിപ്പ് കയറി? കാട്ടിലേക്ക്. എന്താടി? നന്ദിനി പറയും, സ്വന്തം ഭാര്യ ഏതെങ്കിലും ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത താനൊക്കെ ഒരു ഭർത്താവാണോ ഛേ എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോവാണേ. വിനയം വിചാരിക്കും, കാട്ടിലേക്കോ? എന്തിന്? ഇതിപ്പോ ഇത് എന്ത് കഥ എന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കമല ക്ഷേത്രത്തിൽ പോയി തിരികെ നടന്നാണ് കേട്ടോ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ സമയം വിക്രം റോഡിലൂടെ വരുന്നുണ്ട്. അമ്മ അമ്പലത്തിൽ നിന്നാണോ എന്ന് വെച്ച് വണ്ടി എടുത്ത് നിർത്തും. ഒന്നും മിണ്ടാതെ നോക്കുമ്പോ വിക്രം ചോദിക്കും, അമ്മയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? അമ്മയ്ക്കും, നീ എങ്ങോട്ടാ? വീട്ടിലേക്ക്. എനിക്ക് ഞാനും ഉണ്ട്. ആ കയറ്, സൂക്ഷിച്ചിരിക്കണേ. അങ്ങനെ അമ്മ വന്ന് ബൈക്കിന്റെ പുറകിൽ കയറും. എന്നാ പോവാം എന്ന് പറഞ്ഞ് വിക്രം വണ്ടി എടുക്കുക. അങ്ങനെ നേരെ വീട്ടിലേക്ക്. വിശ്വം ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വിനായകൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അപ്പോഴും നന്ദിനിയുടെ മുഖത്ത് നല്ല ദേഷ്യവും ആ കലിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. വേദ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഡ്രസ്സ് വാഷ് ചെയ്യാണ്. ഈ സമയത്തായിരിക്കും ഇവര് പുറത്തേക്ക് വരുന്നത്. വിഷ്ണു ചോദിക്കും, എന്താ വിനായക നന്ദിനിയുടെ മുഖത്തൊരു ദേഷ്യം? രാവിലെ തന്നെ വഴക്കിട്ടല്ലേ? ശ്രീജയും നന്ദിനിയോട് ചോദിക്കും, എന്താ? വിനയം പറയും, എനിക്കറിയില്ല. രാവിലെ തന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് എന്റെ നേർക്കൊരു ചാട്ടം. കാടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ നന്ദിനി പറയും, അതേ കാട് തന്നെ. ഇത് വേദ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനി അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിക്കും, എന്താ വിഷുവായിട്ട് ഇതിനു മുന്നേ കാട് കേട്ടിട്ടില്ലേ? വിഷ്ണു ചോദിക്കും, അല്ല എന്തിനാ ഇപ്പൊ കാട്ടിലേക്ക് പോകുന്നത്? വിനയം പറയും, അവളുടെ അപ്പൂപ്പനിപ്പോ അവിടെയാ. എന്റെ വിനയേട്ടാ, ദേ അത് വിഷുവേട്ടന് അറിയത്തില്ല. വേദയെ നോക്കും. എന്നിട്ട് അറിയും, ഇപ്പോ കപ്പിൾസിനുള്ള ഒരു ടൂർ പാക്കേജ് വന്നിട്ടുണ്ട്, ഗുണ്ടാപ്പേടി ടൂറിസം. വേദ ഇതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യാതെ വിധത്തില് ഡ്രസ്സ് അലക്കി കൊണ്ട് നിൽക്കും. നന്ദിനി വേദയെ നോക്കിയോണ്ട് പറയും, ബെസ്റ്റ് ലൊക്കേഷൻ കാടാണത്രേ. പാറക്കെട്ടുകൾക്കിടയിലുള്ള ഗുഹയിലാണ് താമസം. അട്ടയും പെരിച്ചാതിയും തേളും മുള്ളമ്പന്നിയൊക്കെ ആയിട്ട് ഒരു അഡ്വഞ്ചർ പരിപാടി. വിഷേട്ടന് ശ്രീചേട്ടത്തിക്കും പോണം. വേണ്ട എന്ന് വിഷം പറയും. ഈ സമയത്ത് പോകുന്നോന്ന് ചോദിക്കുന്ന കാര്യം കേട്ടുകൊണ്ടായിരിക്കും മാഷി വരുന്നത്. എങ്ങോട്ട് പോകുന്ന കാര്യം? എങ്ങോട്ടും ഇല്ലച്ചാ. അതിലെ മാഷ് അവിടുന്ന് പോകുമ്പോ വേദ നന്ദിനിയോട് പറയും, കാണിച്ചു തരാട്ടോ, വെച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ ഇങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട്. മാഷയത്തോടീര് പോയി വരണേ. ആ കൈക്കോട്ടൊക്കെ ഇങ്ങനെ കഴുകാണ് അവിടെ നിന്ന്. അപ്പോഴായിരിക്കും വിക്രവും കമലയും കൂടെ വരുന്നത്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വിക്രം റൂമിലേക്ക് പോകാൻ തുടങ്ങണേ. കമല വീടിന്റെ നടുക്കിലേക്ക് വന്ന് എല്ലാവരെയും നോക്കും. മുറ്റത്ത് നിന്ന്, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേൾക്കുമ്പോ എല്ലാവരും പരസ്പരം നോക്കുക. വിക്രം, നീ വന്ന് ഇവിടെ നിൽക്ക്. വിക്രം ഒന്നും അറിയാതെ അവിടെ വന്ന് നിൽക്കണേ. മാഷേ, ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാ. മാഷ ഇടയിൽ കയറരുത് എന്ന് മുൻകൂറായിട്ട് പറയുന്നുണ്ട്. വേദ കൈയൊക്കെ കഴുകി ഇവരുടെ അടുത്തേക്ക് ചെല്ലും. വിനയനും വിഷുവും അവരുടെ ഭാര്യമാരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് ഇവളെ കൈ പിടിച്ചകത്ത് കയറ്റിയത് ഞാനാ. അത് തെറ്റായിന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും. നന്ദിനിക്ക് സന്തോഷം. വേദയും ഇത് കേട്ട് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ കമല വേദയുടെ അടുത്തേക്ക് ചെല്ലും. ഇന്ന് അമ്പലത്തിൽ വെച്ച് എനിക്കത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു. എന്റെ മകന് ദൈവം അറിഞ്ഞ് സമ്മാനിച്ചവളാണ് ഇവളെന്നാ ഞാൻ കരുതിയത്. പക്ഷെ എന്റെ മകന്റെ ജീവിതം ഇല്ലാതാക്കാനാ ഇവൾ വന്നതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ പറയുമ്പോ വേദയ്ക്ക് ആകെ സങ്കടാവും. ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. വിക്രമും ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. മാഷും നന്ദിനി വിചാരിക്കും, അപ്പൊ ഇന്നലത്തെ പണിയും വർക്കൗട്ട് ആയോ ദൈവമേ? ഈ സമയത്തായിരിക്കും അങ്ങോട്ട് രാധ വരുന്നത്. രാധ ഓട്ടോ നിർത്തി അകത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അവരുടെ കൂടെ അവിടെ ചെന്ന് നിൽക്കും.
കമല രാധയെ നോക്കും. എന്നിട്ട് പറയും, അതുകൊണ്ട് വേദ ഇനി വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇത് കേൾക്കലും വേദ അങ്ങ് ഞെട്ടും. വിക്രവും. എന്നാ രാധയ്ക്ക് നല്ല സന്തോഷാവും. നന്ദിനിക്കും. നന്ദിനി രാധയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. വിനായകനും സന്തോഷം. മാഷ അടുത്തേക്ക് വന്നിട്ട് വയ്ക്കും, നീ എന്തൊക്കെയാ കമലയെ പറയുന്നത്? മാഷേ, ദയവേത് മാഷത്തിൽ ഇടപെടരുത്. എനിക്ക് പറ്റിയൊരു തെറ്റ് ഞാനിപ്പോ തിരുത്താൻ നോക്കാണ്. മാഷ് പറയും, നീ ഇപ്പോഴാണ് തെറ്റ് ചെയ്തത്. അല്ല മാഷേ, ഇതാണ് ശരിയായ തീരുമാനം. അതെനിക്ക് എടുത്തേ മതിയാവുമെന്ന് മനസ്സിലായത് ഇന്നാണ്. മാഷയ്ക്കും ഇന്നെന്തോ അമ്പലത്തിൽ പോയപ്പോ നീ ആരെങ്കിലും കണ്ടോ? ഇത് കേൾക്കുമ്പോ കമല ഞെട്ടിപ്പോകും. എന്നിട്ട് ഒന്ന് ശാന്തമായിട്ട് പറയും, ആരെയും കണ്ടതുകൊണ്ടല്ല മാഷേ, നമ്മുടെ വീട്ടിലെ സമാധാനം എന്നു മുതലാ ഇല്ലാതായതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. നന്ദിനി പറഞ്ഞതുപോലെ അത് ഇവള് വന്ന് കയറിയപ്പോ മുതലാ. ഇതോടെ കേൾക്കുമ്പോ വേദിക്ക് ഒന്നുകൂടെ സങ്കടാവണേ. രാധ ഇതൊക്കെ കേട്ട് ആസ്വദിച്ചു നിൽക്കുക. ഇത് കേൾക്കുന്നതും നന്ദിനി വന്നിട്ട് പറയും, ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായല്ലോ ഞാൻ പറയുമ്പോ എന്തൊക്കെയായിരുന്നു? അസൂയ, പണം ഇല്ലാത്തതിന്റെ ചൊരുക്ക്, സൗന്ദര്യം ഇല്ലാത്തതിന്റെ കുശുമ്പ്, അതൊക്കെ കുറവാണെങ്കിലും ഞാൻ കാരണം ആരുടെയും സമാധാനം ഒന്നും ഇവിടെ പോയിട്ടില്ലല്ലോ. വേദ ഓൾറെഡി നല്ല വിഷമത്തിലാണ്. ഇതൂടെ കേൾക്കുമ്പോ സങ്കടം മാത്രം. മാഷിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കമല പറയും, അതുകൊണ്ട് എനിക്കിനി തീരുമാനം എടുത്തേ മതിയാവും മാഷെ എന്ന് പറഞ്ഞ് വേദയെ നോക്കി ഒന്നും കൂടി കടുപ്പിച്ച് പറയും, വേദ ഇവിടുന്ന് പോണം. വേദയ്ക്ക് ഇത് വിശ്വസിക്കാനേ ആവുന്നില്ല. അതുപോലെ വിക്രമനും മാഷിനും എല്ലാവരും ഞെട്ടുന്നുണ്ട്. ശ്രീജയും ഇത് ഉൾക്കൊള്ളാനാവാതെ നിൽക്കുന്നത്. വിഷം ചോദിക്കും, വേദ എങ്ങോട്ട് പോവാനാ അമ്മേ? ശ്രീജയും ചോദിക്കും, അതെ, ഇത്ര പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം? കമലയ്ക്കും, എന്താ നിനക്കും കൂടെ ഇവളോടൊപ്പം പോണോ ശ്രീജയെ? വിക്രം, ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്ക്. വിക്രം ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കണേ. എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ എന്ത് പറയാനമ്മേ? അവൾ അവളുടെ ഇഷ്ടപ്രകാരമല്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ കൊണ്ടുവന്നതാണോ? നന്ദിനി പറയും, അങ്ങനെ വലിഞ്ഞു കയറി വന്നവരെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളാ വേണ്ടത്. മാഷ് പറയും, എങ്കിൽ പിന്നെ നന്ദിനി അത് ചെയ്യ്, ഞാനൊന്ന് കാണട്ടെ. കമല, മാഷിനോട് ഞാൻ ഇടപെടരുതെന്ന് പറഞ്ഞതല്ലേ? ഇവൾ ഇവിടുന്ന് പോവുക തന്നെ വേണം. മാഷയ്ക്കും, എങ്ങോട്ട് പോവാൻ? ഇവളുടെ അച്ഛന്റെ വീട്ടിലേക്ക്. മാഷയ്ക്കും, അത് പറയാൻ നീ ആരാ? ഇത് കേൾക്കുമ്പോ കമല ഞെട്ടിപ്പോവും. എല്ലാവരും കേട്ടോ, നന്ദിനിയും വേദയും എല്ലാവരും ഞെട്ടുന്നുണ്ട് ഈ സംസാരം കേൾക്കും. ഇവൻ താലി കെട്ടിയതുകൊണ്ടാ വേദ ഇങ്ങോട്ട് വന്നത്. ഭർത്താവ് എവിടെയാണോ ഭാര്യ അവിടെ തന്നെ ഉണ്ടാകും. അവരെ അകറ്റാനുള്ള അവകാശം അതാർക്കും ഇല്ല. ഈ മരുമക്കൾക്ക് എത്ര അവകാശമുണ്ടോ അതേ അവകാശം തന്നെ ഇവൾക്കും ഉണ്ടെന്ന് എന്നും എന്നെ പഠിപ്പിച്ചിരുന്നത് നീയല്ലേ? കമല ഷോക്കായി മിണ്ടാതെ നിൽക്കണേ. നന്ദിനി പറയും, അത് അവളുടെ സ്വഭാവം എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല അച്ഛാ, ഇപ്പോഴല്ലേ മനസ്സിലായത്. മാഷ് പറയും, വിനായക, നീ ഇവളോട് നിർത്താൻ പറയുന്നോ അതോ അച്ഛന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ഇവൾക്കൊന്ന് പൊട്ടിക്കണോ? വിനയം, ഓ നന്ദിനി ഡി മിണ്ടാതിരിക്കേ. അങ്ങനെ മാഷ് പറയും, നിനക്ക് തോന്നുമ്പോ എടുത്ത് അകത്ത് വെക്കാൻ, മതിയെന്ന് തോന്നുമ്പോ പുറത്ത് വെക്കാനും. ഇവളെ അടുക്കളയിലുള്ള ഏതെങ്കിലും ഉരുപ്പടി അവളോട് ഈ വീടിനകത്തേക്ക് പോകാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ അവൾ അകത്ത് തന്നെ ഇരിക്കും. എല്ലാം ഇടിച്ചു നിരുത്തി ജപ്തി ചെയ്ത് മണ്ണാവുന്നത് വരെ. അപ്പൊ കമല ഞെട്ടിപ്പോവും. ആവട്ടെ മാഷേ, മാഷ് നിശ്ചയിച്ചോളൂ. എന്നാൽ അതുവരെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മാഷിന് വിരോധമില്ലല്ലോ? ഉവ്വോ. ഇത് കേൾക്കുമ്പോ അവിടെയുള്ള എല്ലാവരും ഷോക്കായി പോകും. അമ്മേ എന്ന് വിക്രം വിളിക്കുമ്പോ അമ്മ പറയും, നീ മിണ്ടി പോവരുത്. അമ്മ എങ്ങോട്ട് പോകുന്ന ഈ പറയുന്നത് എന്ന് വിശ്വം ചോദിക്കുമ്പോ അമ്മ പറയും, അതേടാ, അമ്മയ്ക്ക് എങ്ങോട്ടും പോവാനില്ല. എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അച്ഛന്റെ കൂടെ വന്നതിന് ശേഷം അമ്മ എങ്ങോട്ടും പോയിട്ടുമില്ല. ഇനി വയസ്സാം കാലത്ത് അതും വേണമെങ്കിലാവാം. എന്താ? മാഷു പറയും, കുറച്ചു ദിവസം കഴിഞ്ഞാ എല്ലാവരും കൂടെ ഒരുമിച്ച് പടിയിറങ്ങാനുള്ളതല്ലേ കമൽ. അപ്പൊ തീരുമാനിക്കാം ആര് കൂടെ നിൽക്കണം, ആര് ഒഴിവാകണം എന്നൊക്കെ. നീ അകത്തേക്ക് ചെല്ലേ. അപ്പൊ കമൽ പറയും, എന്റെ വാക്കിന് വിലയില്ലാത്ത വീട്ടിലെ നിൽക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞതിന് ശേഷം കമല വിക്രത്തിന്റെ അടുത്തേക്ക് പോവും. എന്നിട്ട് പറയും, അതിനു മുമ്പ് എനിക്ക് നിന്റെ തീരുമാനം കൂടെ അറിയണം. അത് കേൾക്കുമ്പോ വിക്രം വേദയെ നോക്കുക. വേദയും ആ നോട്ടത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കമല പറയും, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീ തീരുമാനിക്കണം. ഇനിയുള്ള കാലം ഇവള് നിന്റെ ഭാര്യയായി ഇരിക്കണോ വേണ്ടയോ എന്ന്. അതിനുശേഷം വേണം എനിക്ക് ഞാൻ നിശ്ചയിച്ചത് നടപ്പിലാക്കാൻ. വിക്രം ഷോക്കാവുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ വേണ്ടത് അത് പറയ്, ഞാൻ ചെയ്യാം. ഇത് കേൾക്കുമ്പോ മാഷെ വിക്രം പറയും, അമ്മ പറയട്ടെ. അങ്ങനെ കമല പറയും, നീ വേദയെ ഒഴിവാക്കണം. ഇത് കേൾക്കുന്ന വേദയും അവിടെയുള്ള എല്ലാവരും ഒരേ രീതിയിൽ ഞെട്ടിപ്പോവാ. ഇവളെ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കണം. എന്താ പറ്റുവോ? വിക്രം വേദയെ നോക്കും. എന്നിട്ട് പറയും, ഇവളെ ഞാൻ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതല്ല. മാത്രവുമല്ല ഇവളെ ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതുവരെ ഇവളെ സ്വീകരിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. ശരിയല്ലേ? അത് കേൾക്കുമ്പോഴും എല്ലാവരും എന്ത് ചെയ്യുന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. കമല വേദയുടെ അടുത്തേക്ക് ചെല്ലും. കേട്ടല്ലോ, ഇനി സംശയമൊന്നുമില്ലല്ലോ? വിക്രം. അപ്പൊ വേദ അച്ഛാ എന്ന് വിളിച്ചിട്ട് വേണ്ടെന്ന് തലയാട്ടും. എന്നിട്ട് വിക്രം വേദയുടെ അടുത്ത് ചെന്നിട്ട് വയ്ക്കും, നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. നിങ്ങൾ വിളിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ വീട്ടിൽ ഞാൻ വന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഇന്നേ വരെ എന്നോട് ഒരു താല്പര്യവും തോന്നിയിട്ടില്ലെങ്കിൽ, ഒരു നിമിഷം പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ, ഒരിക്കൽ പോലും ഞാൻ ഭാര്യയായി ഒപ്പം ഉണ്ടായിരുന്നിരുന്നെങ്കിലെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം ഇപ്പൊ പറയണം. അത് കേൾക്കുമ്പോ തന്നെ വിക്രം അങ്ങ് വല്ലാതാകും. വേദയുടെ മുഖത്ത് നോക്കുന്നില്ല. വേദ പറയും, എന്റെ മുഖത്ത് നോക്കി, എന്റെ കണ്ണിൽ നോക്കി നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായില്ലെന്ന് പറഞ്ഞ ആ നിമിഷം
വേദ സ്ഥലം വിടും. അത് കേൾക്കുമ്പോ വിക്രം ഒന്നും പറയാൻ പറ്റാതെ നിൽക്കണേ. മാഷ് പറയും, വേദ നീ എന്തിനാ അവനെ പ്രകോപിപ്പിക്കുന്നത്? ആരുടെ മുഖത്ത് നോക്കിയും എന്ത് വേണമെങ്കിലും പറയാൻ മടിയില്ലാത്തവനവൻ. വേദ പറയും, ആവട്ടെ അച്ഛ. വിക്രം എന്നെ നോക്കി അങ്ങനെ പറയട്ടെ. വിക്രം വേദയുടെ മുഖത്ത് നോക്കുന്നില്ല. വിശ്വേട്ടൻ വിക്രമിനെ വേദയുടെ മുഖത്തേക്ക് നോക്കാനേ പറ്റുന്നില്ല. ഒന്നും പറയാതെ അവിടുന്ന് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ വേദ കമലയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അമ്മ കണ്ടല്ലോ, വിക്രത്തിനെ എന്നോട് അങ്ങനെ പറയാൻ കഴിയില്ല. അത് അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. കാരണം ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിച്ചത് അമ്മയല്ല, വേറെ ആരോ അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാ. ഇത് കേൾക്കുന്ന കമല ഞെട്ടിപ്പോവും. അതാരായാലും ശരി, അമ്മ ഇപ്പൊ പറഞ്ഞത് മാറ്റി പറയുന്ന എനിക്ക് ഉറപ്പുണ്ട്. അത് കേൾക്കുന്നത് വരെ വിക്രമിന്റെ ഭാര്യയായി ഞാൻ ഇവിടെ തുടരും. അമ്മ ഇത് തുറന്നു പറയുന്ന ദിവസം വിക്രമിനെ അനുവദിക്കുമെങ്കിൽ അമ്മയുടെ കൂടെ ആശീർവാദത്തോടെ ഞാൻ ഈ വീടിന് വെളിയിൽ പോയിക്കോളാം. അപ്പോഴും അമ്മ കമല ഞെട്ടിപ്പോവും. അങ്ങനെ അതും പറഞ്ഞ് വേദ അകത്തേക്ക് കയറി പോവാണ്. ഇത് കേൾക്കുമ്പോ വിശ്വത്തിനും അതുപോലെ ശ്രീജയ്ക്കും നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ. കമല സങ്കടത്തോട് നിന്ന് കരയാ. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ അതിനുശേഷമുള്ള പ്രൊമോ വന്നിട്ടുണ്ട്. അതൊരു കിടിലൻ പ്രൊമോ. വേദയും നന്ദിനിയും കൂടെ എന്തോ അടിച്ചു കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് അച്ചമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. താങ്ക്